പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടത് 3 സീറ്റുകളാണ്. നമുക്കറിയാം 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കൈവശമുണ്ടായിരുന്ന അധികാരത്തിലിരുന്ന 2 മുനിസിപ്പാലിറ്റികൾ, ഒന്ന് പാലക്കാടും മറ്റൊന്ന് പന്തളവുമാണ്. ഇവിടെ രണ്ടിടത്തും പന്തളത്ത് ഇപ്പോൾ വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു. പാലക്കാട് പക്ഷേ അവർക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിച്ചു. കേവല ഭൂരിപക്ഷമില്ല. പാലക്കാട് ഒരു ചിത്രവുമായി ബിനീഷ് കൊട്ടാരത്തിൽ ചേർന്നു. ബിനീഷ്, വിവരങ്ങൾ. കെ കെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് നഗരസഭ ബി.ജെ.പി നിലനിർത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ അവർക്ക് സീറ്റ് കുറഞ്ഞിരിക്കുന്നു എന്നത് മാത്രമാണ്. എന്നാൽ 2020 ആ പ്രകടനം അവർക്ക് ആവർത്തിക്കാനായില്ലെങ്കിലും പാലക്കാട് നഗരസഭ നിലനിർത്താൻ കഴിഞ്ഞത് ബി.ജെ.പിക്ക് വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ 2 നഗരസഭകളിൽ അവർക്ക് പ്രധാന പ്രതിപക്ഷമായി മാറുവാൻ കഴിഞ്ഞിരിക്കുന്നു. ഷൊർണൂരിൽ പ്രധാന പ്രതിപക്ഷമായി ബി.ജെ.പി വരുന്നു. ഒറ്റപ്പാലത്ത് ബി.ജെ.പി പ്രധാന പ്രതിപക്ഷമായി വരുന്നു. അതുപോലെ തന്നെ പാലക്കാട് ചരിത്രത്തിൽ ആദ്യമായി അകത്തേത്ര പഞ്ചായത്ത് ബി.ജെ.പി പിടിച്ചിരിക്കുന്നു. അവിടെ ബി.ജെ.പി ഭരണത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ബി.ജെ.പിക്ക് വലിയൊരു നേട്ടം പാലക്കാട് ഉണ്ടാക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ യു.ഡി.എഫും വളരെ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 2 നഗരസഭകൾ, അതായത് പട്ടാമ്പി നഗരസഭ ഇടതുപക്ഷത്തിൽ നിന്നും പിടിച്ചെടുക്കുവാനായിട്ട് യു.ഡി.എഫിന് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ചിറ്റൂർ, തത്തമംഗലം നഗരസഭ യു.ഡി.എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. അങ്ങനെ 2 നഗരസഭകൾ പിടിച്ചെടുക്കുവാനായി യു.ഡി.എഫിന് കഴിയുന്നു. നഷ്ടപ്പെടുന്നതെല്ലാം തന്നെ ഇടതുമുന്നണിക്കാണെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാലും ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് മികച്ച നിലയിലാണ്. അവിടെയും യു.ഡി.എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാലക്കാട് ജില്ലയിൽ നഷ്ടം മുഴുവനുമുള്ളത് ഇടതുമുന്നണിക്കാണ്. എന്നാൽ ബി.ജെ.പിയും യു.ഡി.എഫും നില മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് പാലക്കാട് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ഒരു പോരാട്ടം തന്നെയാണ് പാലക്കാട് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ചിത്രം തന്നെ ഇപ്പോൾ വ്യക്തമാകുന്നു. ബി.ജെ.പിക്ക് വോട്ട് ഉയർത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ യു.ഡി.എഫ് 2020 വളരെ തകർച്ച നേരിട്ട ഒരു ജില്ലയാണ് പാലക്കാട്. പാലക്കാട് 20% താഴെ സീറ്റുകളിലായിരുന്നു മൊത്തത്തിൽ യു.ഡി.എഫിനുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം യു.ഡി.എഫ് ഉയർന്നു എത്തിയിരിക്കുന്നു. വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ജില്ലാ പഞ്ചായത്തുകൾ കൂടി വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പാലക്കാട് ജില്ലയുടെ ഒരു ചിത്രം തന്നെ മാറ്റിമറിക്കുവാനായി പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പക്ഷേ അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. 3 സീറ്റുകളാണ് കഴിഞ്ഞ തവണത്തിൽ നിന്ന് ബി.ജെ.പിക്ക് നഷ്ടമായത്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 25 സീറ്റുകളുമായി ബി.ജെ.പി തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്.